ഇങ്ങനെയാണ് മൊബൈൽ ആപ്പിൽ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചാനൽ, സെക്കൻഡ് ചാനൽ, തേർഡ് ചാനൽ, ഫോർത്ത് ചാനൽ. ഹായ്, നമസ്കാരം. വെൽക്കം ടു റൈറ്റ് ക്ലിക്സ്. നമ്മൾ നമ്മുടെ ചാനലിൽ ഹോം ഓട്ടോമേഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം മുമ്പാണ്. അതിൻ്റെ ഒരു 3 എപ്പിസോഡ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും റെസ്പോൺസ് അന്ന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അന്നത് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരുപാട് പേര് അത് കാണുകയും അതുപോലെ തന്നെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം, അടുത്ത എപ്പിസോഡ്സ് ഉടനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയും അതുപോലെ തന്നെ ചിലരൊക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഹോം ഓട്ടോമേഷൻ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത ഭാഗങ്ങൾ ഇവിടെ ചെയ്തു തുടങ്ങുകയാണ്. ഇനി ആർക്കും നിങ്ങളുടെ വീടിനെ ഒരു സ്മാർട്ട് ഹോം ആക്കി മാറ്റാം. ഹോം ഓട്ടോമേഷൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ചെറിയ ടെക്നിക്കൽ നോളജ് മാത്രം മതി ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടിനെ ഒരു സ്മാർട്ട് ഹോം ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു മുമ്പ് നമ്മൾ സ്മാർട്ട് ബൾബുകളെ പരിചയപ്പെട്ടു. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് സോണോഫ് ബേസിക് എന്ന് പറയുന്ന സിംഗിൾ ചാനൽ സ്മാർട്ട് സ്വിച്ചാണ്. ഇത്തവണ നമ്മൾ അൺബോക്സ് ചെയ്യാനും പരിചയപ്പെടാനും പോകുന്നത് സോണോഫിൻ്റെ തന്നെ 4 ചാനൽ പ്രോ എന്ന് പറയുന്ന 4 ചാനൽ സ്വിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻസും അതുപോലെ കോൺഫിഗറേഷനും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതൊരു കൺസ്യൂമർ സെഗ്മെൻറ്റിലുള്ള സ്വിച്ച് അല്ല, ശരിക്കും ഇതൊരു പ്രൊഫഷണൽ സീരീസാണ് 4 ചാനൽ പ്രോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പും സംഭവങ്ങളൊക്കെ ഒരു കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലും ഒക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. നോർമൽ നമ്മൾ കൺസ്യൂമർ സെഗ്മെൻറ്റിലുള്ള സ്വിച്ചുകളൊക്കെ കുറച്ചുകൂടി ഭംഗിയുള്ളതും ഒക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്വിച്ചുകളൊക്കെ വരുന്നുണ്ട്. ഇത് പ്രൊഫഷണൽ സീരീസിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയും കൂടുതലാണ്. 10 ആംപിയർ കറണ്ട് വരെ ഇതിൻ്റെ ഓരോ സ്വിച്ചുകളും 10 ആംപിയർ നമുക്ക് ഉപയോഗിക്കാം. 10 ആംപിയർ വരെ കറണ്ട് ക്യാരി ചെയ്യും. അതുപോലെ തന്നെ ഇത് എ സിയിലും ഡി സിയിലും ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യും. ഇത് എ സിയിലും ഡി സിയിലും ഓപ്പറേറ്റ് ചെയ്യാം. അതായത് 5 to 24 വോൾട്ട് വരെ കൊടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇൻപുട്ടായിട്ട് 5 to 24 വോൾട്ട് നമുക്ക് ഇതിൽ കൊടുക്കാം. ഈ ഡിവൈസ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് 5 to 24 വോൾട്ടിൽ ഡി സിയിൽ ഇത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എ സി കൊടുത്തു കഴിഞ്ഞാലും അത് റെക്ടിഫൈ ചെയ്തിട്ട് തന്നെ ഇതിന് വർക്ക് ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഇത് തന്നെ ആ എ സി റെക്ടിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓരോ ചാനലും സെപ്പറേറ്റ് ആണ്. ഓരോ ചാനലിലും ഇൻപുട്ട് ഔട്ട്പുട്ട് സെപ്പറേറ്റ് ആണ്. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓരോ ചാനലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് പ്രൊഫഷണൽ സീരീസ് ആയതുകൊണ്ട് തന്നെ മറ്റ് സീരീസുകളിൽ കൺസ്യൂമർ സീരീസുകളിലൊക്കെ 1 ഇൻപുട്ട് 4 ഔട്ട്പുട്ട് അല്ലെങ്കിൽ 1 ഇൻപുട്ട് 3 ഔട്ട്പുട്ട് അതുപോലെയൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് 4 ഇൻപുട്ട് 4 ഔട്ട്പുട്ട് തന്നെയാണ്. അതായത് ഓരോ 4 ചാനലും സെപ്പറേറ്റ് റിലേ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സോണോഫിൻ്റെ ബേസിക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോണോഫ് ബേസിക് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ EV ലിങ്ക് ആപ്ലിക്കേഷനിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. EV ലിങ്ക് ആപ്ലിക്കേഷനിൽ ഇത് ലിങ്ക് ചെയ്തിട്ട് ആണ് നമ്മൾ പിന്നെ അലക്സയാണോ ഗൂഗിൾ ഹോം അല്ലെങ്കിൽ IFTTT അതുപോലുള്ള ഓട്ടോമേഷൻ സർവീസുകളിലേക്കൊക്കെ ലിങ്ക് ചെയ്യിക്കുന്നത്. ആദ്യം നമ്മൾ EV ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് പവർ ചെയ്തിട്ട് EV ലിങ്ക് ആപ്ലിക്കേഷനിൽ ഇതിനെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും AC കൊടുത്തിട്ട് ഓൺ ചെയ്യാം. ഇതിൻ്റെ ഈ ഫസ്റ്റ് പോർട്ടിൽ ന്യൂട്രൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് NL എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിൽ N എന്ന് എഴുതിയാൽ ന്യൂട്രലും L എന്ന് എഴുതിയാൽ ലൈനും, അതായത് ഫേസും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് പവറപ്പ് ചെയ്യാണ്. അത് ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടോ ഓരോ ചാനലും പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തും. ഓരോ ചാനൽ ഇതുപോലെ നമുക്ക് ഓൺ ചെയ്യാം. ഇത് കണ്ടോ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തുന്നത് കാണാം. ഇപ്പോൾ ഇതാണ് ഓരോ ചാനലും സ്വിച്ച്. ഓരോ ചാനലും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞെക്കുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നത് കാണാം. ഇങ്ങനെയാണ് ഓരോ ചാനൽ നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നത്. അതായത് ഈ ചാനലിൽ ഇപ്പോൾ നമ്മൾ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഓൺ ഓഫ് ആവും. ഇനി ഇത് EV ലിങ്കിൽ കണക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇത് പെയറിംഗ് മോഡിലേക്ക് മാറും. കണ്ടോ ആ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ? ഇപ്പോൾ ഇത് പെയറിംഗ് മോഡിലാണ്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ EV ലിങ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. EV ലിങ്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. EV ലിങ്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടോ ഇമെയിൽ ID കൊടുത്തിട്ടോ സൈനപ്പ് ചെയ്യുന്ന വിധമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ EV ലിങ്ക് ആപ്ലിക്കേഷനകത്ത്
ഡിവൈസ് ആഡ് ചെയ്യാനായിട്ട് ഇതിൽ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ പ്ലസ് അമർത്തുക. ക്വിക്ക് പെയറിംഗ്, സ്കാൻ QR കോഡ്, സൗണ്ട് പെയറിംഗ്, ബ്ലൂടൂത്ത് പെയറിംഗ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ക്വിക്ക് പെയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവൈലബിൾ ഫോർ EV ലിങ്ക് സപ്പോർട്ട് ഡിവൈസസ് ആണ് ക്വിക്ക് പെയറിംഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്വിക്ക് പെയറിംഗ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ വൈഫൈ നെയിം അതുപോലെ തന്നെ പാസ്വേഡാണ് ചോദിക്കുന്നത്. നമ്മുടെ വൈഫൈയിലേക്കാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വൈഫൈ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിവൈസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈസ് സെർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പെയറിങ് സക്സസ് ആവും. ഡിവൈസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഡിവൈസിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 ചാനൽ എന്ന് കൊടുക്കാം. 4 ചാനൽ എന്ന് ഞാൻ പേര് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ, ലിവിങ് റൂം, ബെഡ്റൂം, അതർ, ഇത് എവിടെയാണ് ഇത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് ലിവിങ് റൂം എന്ന പേരിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഡൺ. ഡിവൈസ് ഈസ് കണക്റ്റിംഗ് ടു വൈഫൈ, ഇറ്റ് മൈറ്റ് ടേക്ക് ഫ്യൂ മിനിറ്റ്സ് ടു ഗോ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഡിവൈസ് ഇപ്പോൾ വൈഫൈയിലേക്ക് കണക്റ്റ് ആവുകയാണ്. ഇതാ ഇപ്പോൾ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 4 ചാനൽ എന്ന് പറഞ്ഞിട്ട് ഡിവൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കാണിക്കും. 4 ചാനലുകളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാനലും ഓൺ ഓഫ് ആവും. ഉണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് കണക്ട് ചെയ്ത് നോക്കാം. ലോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഈ ലോഡ് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ 4 ബൾബുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ലോഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി 4 ചാനലിലും ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ബൾബുകൾ എടുത്തിരിക്കുന്നത്. 3 കളർ ബൾബും ഒരു നോർമൽ ഫിലമെൻറ്റ് ബൾബുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് 4 ചാനലിലും ലോഡ് കണക്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫേസ് ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് 3 റിലേകളാണ്. അതിനകത്ത് റിലേ 1, റിലേ 2, റിലേ 3, റിലേ 4 അങ്ങനെ 4 റിലേകളാണ്. അതിനകത്ത് NO, കോമൺ, NC അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ കോമണിലാണ് നമ്മൾ ഫേസ് കണക്ട് ചെയ്യേണ്ടത്. കോമണിൽ ഫേസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയാണ് ഇതിൽ NOയിൽ നമ്മുടെ ലോഡ് കണക്ട് ചെയ്യുന്നു. ഇത് 3-വേ സ്വിച്ച് പോലെ കണക്ട് ചെയ്യാനാണ് ഈ 3 ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ 3-വേ സ്വിച്ച് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ കാണിക്കാം. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് കൊടുക്കുന്നു, അതുപോലെ ഇതിൽ ലോഡ് കൊടുക്കുന്നു. അങ്ങനെ ഇത് അമർത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ നിന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ലോഡ് ഓൺ ആവുന്നു, ഓഫ് ആവുന്നു. അത്രയും മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതങ്ങനെ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ 4 ഇതുപോലത്തെ ചെറിയ വയറുകൾ എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫേസ് നമുക്ക് പരസ്പരം ലൂപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിന്ന് ഇതിലേക്ക് അങ്ങനെ ഫേസ് ഇതിന്ന് ലൂപ്പ് ചെയ്ത് എല്ലാത്തിലേക്കും ഫേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 ലൂപ്പ് വയറുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അത് ലൂപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ നടുവിലത്തെ കോമൺ എല്ലാം തമ്മിൽ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. കോമൺ എന്നെഴുതിയിരിക്കുന്ന 3-4 റിലേയുടെയും കോമൺ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ലൈനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ലൈൻ ഇൻപുട്ടും ഇവിടെ ന്യൂട്രലും കൊടുക്കും. അതിനു മുമ്പ് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാം. ഇതിലാണ് ലോഡ് കൊടുക്കുന്നത്. അപ്പോൾ 4-മത്തെ ചാനലിൽ ഈ ബൾബ് കൊടുത്തു. 3-മത്തെ ചാനലിൽ ഗ്രീൻ ബൾബ് കൊടുത്തു. 2-മത്തെ ചാനലിൽ ഓറഞ്ച് ബൾബ് കൊടുക്കുന്നു. ഫസ്റ്റ് ചാനലിൽ പിങ്ക് ബൾബ് കൊടുക്കുന്നു.
ഓക്കെ, അങ്ങനെ 4 ചാനലുകളിലായിട്ട് നമ്മൾ 4 ബൾബും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി വരുന്നത് ഈ എല്ലാ ബൾബിൻ്റെയും ന്യൂട്രലുകൾ തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ന്യൂട്രൽ എടുത്തിട്ട് നമ്മൾ ന്യൂട്രലിൽ കൊടുക്കുന്നു. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ലൈൻ കണക്ട് ചെയ്യലാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ബൾബും കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓൺ ചെയ്യാണ്. ഇനി നമുക്ക് ഓരോരോ ചാനലായിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാനൽ പിങ്ക് ലൈറ്റ് കത്തി, സെക്കൻഡ് ചാനൽ ഓറഞ്ച് ലൈറ്റ് കത്തി, തേർഡ് ചാനൽ ഗ്രീൻ ലൈറ്റ് കത്തി, ഫോർത്ത് ചാനൽ നമ്മുടെ നോർമൽ ബൾബ് കത്തി. ഇനി 4ഉം ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇപ്പം എല്ലാ ചാനലും ഒരുമിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ചാനലും ഞാൻ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ പോകാം. നമ്മുടെ EV ലിങ്ക് ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചാനൽ, സെക്കൻഡ് ചാനൽ, തേർഡ് ചാനൽ, ഫോർത്ത് ചാനൽ. ഇപ്പം എല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയാണ് മൊബൈൽ ആപ്പിൽ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഫസ്റ്റ് ചാനൽ, സെക്കൻഡ് ചാനൽ, തേർഡ് ചാനൽ, ഫോർത്ത് ചാനൽ. ഇങ്ങനെയാണ് ഇത് മൊബൈൽ ആപ്പിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ മൊബൈൽ കൊണ്ട് നമ്മൾ എവിടെ പോയാലും, അതായത് ഈ മൊബൈലിൽ ഒരു ഇൻ്റർനെറ്റ് ഉണ്ടാവണം എന്ന് മാത്രം. അത് മൊബൈൽ ഡാറ്റയോ വൈഫൈയോ എന്തോ ആവട്ടെ, ഈ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിച്ച് നമ്മുടെ ഹോം വൈഫൈ ആയിട്ട്, അല്ലെങ്കിൽ ഓഫീസിലാണോ ഹോമിലാണോ എവിടെയാണെങ്കിലും ഈ സ്വിച്ച് ഒരു വൈഫൈയിൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എവിടെ പോയാലും ഈ മൊബൈൽ ആപ്പ് വഴി ഇതിനെ കൺട്രോൾ ചെയ്യാം. അത് മാത്രമല്ല, ഇതിനകത്ത് താഴെയുള്ള ഓപ്ഷൻസ് ടൈമർ, അതുപോലെ തന്നെ സ്കെഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ നമുക്ക് ഇതിനെ ഓൺ ഓഫ് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ ഇവൻറ്റുകൾ വെച്ചിട്ട്, അതായത് സൂര്യാസ്തമയം എന്ന് പറയുന്നത് ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ജനുവരിയിലെ ടൈമിലായിരിക്കില്ല സൂര്യാസ്തമയം ഉണ്ടാകുന്നത്, മാർച്ചിലത്തെ സൂര്യാസ്തമയം വേറെ ടൈമിലായിരിക്കും. പക്ഷേ നമുക്കിതിൽ സൺസെറ്റ് സൺറൈസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിടാം. അതായത് സൺസെറ്റിൽ ബൾബ് ഓൺ ആവണം, സൺറൈസിൽ ഓഫ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതുപോലെ ഇത് നമുക്ക് ഗൂഗിൾ ഹോമിൽ ലിങ്ക് ചെയ്യാം. ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇതിനെ വർക്ക് ചെയ്യിക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ ഹോം മിനി അല്ലെങ്കിൽ ഗൂഗിൾ ഹോമിൻ്റെ മറ്റ് ഡിവൈസുകൾ, ഇത് ഗൂഗിൾ ഹോം മിനിയാണ്. ഗൂഗിൾ ഹോം മിനിയോ അല്ലെങ്കിൽ മറ്റ് ഗൂഗിൾ ഹോം ഡിവൈസുകളൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്യിക്കാം. അതുപോലെ തന്നെ ആമസോണിൻ്റെ അലക്സ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വർക്ക് ചെയ്യിക്കാം. അതുപോലെ തന്നെ IFTTT നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടാവാം, പലരും കേട്ടിട്ടില്ലായിരിക്കാം. IFTTT എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇത് വെച്ചിട്ട് നിർത്തുന്നു. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് ഇത് എങ്ങനെയാണ് ഗൂഗിൾ ഹോമിൽ ലിങ്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അലക്സ, IFTTT തുടങ്ങിയവരൊക്കെ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുപോലെ തന്നെ വരുന്ന എപ്പിസോഡുകളിൽ പുതിയ കൂടുതൽ ഡിവൈസുകൾ, സോണോഫിൻ്റെ ടച്ച് പാനൽ സ്വിച്ച്, 3-വേ ടച്ച് പാനൽ സ്വിച്ച്, അതുപോലുള്ള മറ്റ് സംഭവങ്ങൾ, അതുപോലെ തന്നെ RF ബ്രിഡ്ജ്, അതുപോലെ തന്നെ ഡോർ സെൻസർ, മോഷൻ സെൻസർ, ഇതുപോലുള്ള മറ്റ് ഒരുപാട് ഡിവൈസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇനി വരുന്നുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഇനി എന്തായാലും ഇതിന് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയുള്ള എപ്പിസോഡുകളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ഹോം ഓട്ടോമേഷൻ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഹോം ഓട്ടോമേഷൻ മാത്രമല്ല, IoT ഡിവൈസുകൾ, അതുപോലെ തന്നെ DIY പ്രൊജക്ട്സുകൾ ഒക്കെ ഈ ചാനലിലൂടെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ബൈ.